ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, എങ്ങനെ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കണം, അങ്ങനെ കുറച്ച് ടിപ്സുകളാണ്. എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ആദ്യ നടപടി എന്നത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായി നമുക്ക് ആദ്യം യൂട്യൂബിൻ്റെ പേജിൽ കയറുന്നു. റൈറ്റ് സൈഡിൽ കാണുന്ന സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്ക് വഴി നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഒരു യൂസർ ID കൊടുക്കണം. ഇനി പാസ്വേഡ് കൊടുക്കണം. നെക്സ്റ്റ് അടിക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ജെൻഡർ കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി യൂട്യൂബിൻ്റെ പേജിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് റൈറ്റ് സൈഡിലുള്ള യൂസ് എ കസ്റ്റം നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കേണ്ടത്. ഞാനൊരു ഡെമോ ആയിട്ട് ഒരു കുക്കിംഗ് ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ടേസ്റ്റി കേരള എന്ന പേരിലുള്ള. അതിനുശേഷം തൊട്ട് താഴെയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള ലോഗോ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഡെമോ ആയിട്ടുള്ളൊരു ലോഗോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇൻസെർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കണം. ഈ ചാനലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കണം. താഴെയായിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൊടുക്കണം. ഇനിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ വരുന്നത്. ഇനിയാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കണം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സൂട്ടായിട്ടുള്ളത് നോക്കി കൊടുക്കണം. ഇവിടെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. വീഡിയോ സംബന്ധിക്കുന്ന ഒരു ചെറു വിവരണം നമ്മളിവിടെ കൊടുക്കണം. കൂടാതെ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡുകളും ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തതായി തംബ്നെയിലാണ്. കാണികളെ വീഡിയോയിലേക്ക് ആകർഷിക്കുന്ന ആദ്യ ദൃശ്യമാണ് ഈ തംബ്നെയിൽ. അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് നിർദ്ദേശിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിക്കാതെ പ്രത്യേകം തംബ്നെയിൽ ചിത്രങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അത് കഴിഞ്ഞ് വരുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതാണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോ കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതല്ല എന്ന രീതിയിൽ തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് വരുന്നത് മോർ ഓപ്ഷൻസിനകത്ത് ടാഗുകളാണ്. വ്യൂവേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡുകളായിരിക്കണം നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ടത്. അതിനുശേഷം വീഡിയോ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യണം. അടുത്തത് ഇത് എങ്ങനെ പബ്ലിക് ചെയ്യണം എന്നതാണ്. പബ്ലിക്കായിട്ടാണോ അതോ പ്രൈവറ്റ് ആയിട്ടാണോ എങ്ങനെ വേണം എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയായിട്ട് പബ്ലിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.